നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കറന്തക്കാട്ടെ കിണറ്റിൽ കണ്ടെത്തിയ ജഡം തിരിച്ചറിഞ്ഞു. ബേവിഞ്ച നാച്ചണ്ണമൂലയിലെ കൃഷ്ണനായിക്കിന്റെ മകൻ വിട്ടൽ നായിക്കിന്റേതാണ് മൃതദേഹം. മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ ജാഗ്രത. വീണ്ടും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 104 ബൂത്തുകളിൽ 90% പോളിംഗ്. ഏറ്റവും കൂടുതൽ പയ്യന്നൂരിൽ, 90 കടക്കാതെ മഞ്ചേശ്വരം. ഉത്തര കേരളത്തിലെ പൂരാഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം. ക്ഷേത്രങ്ങളിൽ നടന്ന പൂരച്ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അർബുദം തോറ്റുമടങ്ങി. 6 വയസ്സുകാരി നീതു ഇനി അക്ഷരമധുരം നുകരുവാൻ സ്കൂളിലേക്ക്. വാർത്തകൾ വിശദമായി. കറന്തക്കാട്ടെ കിണറ്റിൽ കണ്ടെത്തിയ ജഡം തിരിച്ചറിഞ്ഞു. ബേവിഞ്ച നാച്ചണ്ണമൂലയിലെ കൃഷ്ണനായിക്കിന്റെ മകൻ വിട്ടൽ നായിക്കിന്റേതാണ് മൃതദേഹം. കറന്തക്കാട് ഹനുമാൻ ക്ഷേത്രത്തിനു സമീപത്തെ കൃഷിഭവന്റെ കിണറ്റിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഇതിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് മൃതദേഹം കാണപ്പെട്ടത്. അഴുകിയ നിലയിലായിരുന്നു. സംഭവം അറിഞ്ഞതോടെ ജനം തടിച്ചുകൂടി. കാസർഗോഡ് SI ഉത്തംദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. ബേവിഞ്ച നാച്ചണ്ണമൂലയിലെ കൃഷ്ണനായിക്കിന്റെ മകൻ വിട്ടൽ നായിക്കിന്റെയാണ് മൃതദേഹം. മാവോയിസ്റ്റുകൾക്കെതിരെ ജാഗ്രത ശക്തം. കേരള പോലീസിലെ തണ്ടർബോൾട്ടും ആന്റി നക്സൽ സ്ക്വാഡും വലവരിച്ചു. കേരള പോലീസിലെ തണ്ടർബോൾട്ടും കർണാടക പോലീസിലെ ആന്റി നക്സൽ സ്ക്വാഡും വലവിരിച്ച് കാത്തിരിക്കുന്ന മലയാളി അടക്കമുള്ള മാവോയിസ്റ്റുകളെ കണ്ടെത്താൻ പോലീസ് വീണ്ടും പൊതുജനങ്ങളുടെ സഹായം തേടി. മാവോയിസ്റ്റുകളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് കേരളം 1.5 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് ലുക്കൌട്ട് നോട്ടീസിൽ പറയുന്നുണ്ട്. സംഘത്തിലെ ജയണ്ണ എന്നയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് കർണാടക സർക്കാർ 3 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളതായും ലുക്കൌട്ട് നോട്ടീസിൽ സൂചിപ്പിക്കുന്നു. മാവോയിസ്റ്റുകളുടെ നേത്രാവതി ദളത്തിന്റെ കമാൻഡർ വിക്രം ഗൌഡ, ലത, കന്യാകുമാരി എന്ന കന്യ, സുന്ദരി, ജയണ്ണ, രവി എന്ന രവീന്ദ്ര, ജഗദീഷ്, വേൽമുരുകൻ, മലയാളികളായ രൂപേഷ്, സിനോജ് എന്നിവർക്കെതിരെയാണ് പത്രം വഴി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. പോലീസ് തെരയുന്ന മാവോയിസ്റ്റ് സംഘം കേരള കർണാടക അതിർത്തിയിൽ തമ്പടിച്ചിട്ടുള്ളതായാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സംഘം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ബൂത്തുകളിൽ സായുധ സേനയുടെ കാവലിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. തണ്ടർബോൾട്ട് സേനയും ആന്റി നക്സൽ സേനയും ആദൂർ റിസർച്ച് ഫോറസ്റ്റിനകത്തും വ്യാപകമായി തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സംഘത്തെക്കുറിച്ചുള്ള സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് മാവോയിസ്റ്റുകളുടെ ഫോട്ടോ അടങ്ങിയ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് വീണ്ടും പുറപ്പെടുവിച്ചത്. നക്സൽ ഭീഷണിയെ തുടർന്ന് നാട്ടിലെ ജനങ്ങളടക്കം ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 104 ബൂത്തുകളിൽ 90% പോളിംഗ്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലാണ് 90% പിന്നിട്ട ഏറ്റവും കൂടുതൽ ബൂത്തുകൾ ഉള്ളത്. അതേസമയം മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ പോലും 90% പോളിംഗ് നടന്നില്ല. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലാണ് 90% പോൾ ചെയ്ത ബൂത്തുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. 37 ബൂത്തുകളിലാണ് ഇവിടെ 90% പിന്നിട്ടത്. കഴിഞ്ഞ തവണ 22 ബൂത്തുകളിലായിരുന്നു 90% ഉണ്ടായിരുന്നത്. മണ്ഡലത്തിലെ 69 ബൂത്തുകളിൽ 80%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 26 ബൂത്തുകളിൽ 90%-ലധികവും 115 ബൂത്തുകളിൽ 80%-ലധികവും പോളിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 9 ബൂത്തുകളിൽ മാത്രം 90%-ലധികം പോളിംഗ് നടന്ന കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇത്തവണ 21 ബൂത്തുകളിലാണ് 90% പോളിംഗ് നടന്നത്. 83 ബൂത്തുകളിൽ 80% പോളിംഗ് നടന്നു. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 12 ബൂത്തുകളിൽ 90%-വും 56 ബൂത്തുകളിൽ 80%-ലധികവും പോളിംഗ് നടന്നു. ഉദുമയിൽ 5 ബൂത്തുകളിൽ 90%-ലധികം പോളിംഗ് നടന്നപ്പോൾ 54 ബൂത്തുകളിൽ 80%-ലധികം പോളിംഗ് നടന്നു. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ 3 ബൂത്തുകളിലാണ് 90%-ലധികം പോളിംഗ് നടന്നത്. ചെർക്കള ഗവൺമെന്റ് സെൻട്രൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 86 നമ്പർ ബൂത്തിൽ 93.6%-വും 85 നമ്പർ ബൂത്തിൽ 90.8%-വും 84 നമ്പർ ബൂത്തിൽ 90.6%-വും പോളിംഗ് നടന്നു. മണ്ഡലത്തിലെ 5 ബൂത്തുകളിൽ 80%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട്. അതേസമയം മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ പോലും 90% പോളിംഗ് നടന്നില്ല. ആകെ 2 ബൂത്തുകളിൽ മാത്രമാണ് 80% പോളിംഗ് നടന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പയ്യന്നൂർ മണ്ഡലത്തിലെ ഏറ്റുകുടുക്ക AUP സ്കൂളിലെ 109 നമ്പർ ബൂത്തിലാണ്. 98.6% പോളിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്.
ആകെ 931 വോട്ടർമാരിൽ 918 പേരും ഇവിടെ വോട്ട് ചെയ്തുവെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിലെ തളങ്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ ബൂത്തിൽ 58.6% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. CPM ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് വർധന LDFന് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. അതേസമയം ശക്തമായ അടിയൊഴുക്ക് നടക്കുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് UDFും BJPയും. ന്യൂസ് ഡെസ്ക് KCN. ഉത്തര കേരളത്തിലെ പൂരാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. ക്ഷേത്രങ്ങളിൽ നടന്ന പൂരച്ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പൂരോത്സവത്തിന് സമാപനം കുറിച്ച് ശനിയാഴ്ച ദേവീക്ഷേത്രങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. കന്യകമാർ വ്രതശുദ്ധിയോടെ പൂക്കൾ കൊണ്ട് കാമദേവനെ പൂജിച്ചു. തറവാട് ഭവനങ്ങളിൽ പൂരക്കഞ്ഞിയും വിളമ്പി. ജില്ലയിലെ പ്രമുഖ ദേവീക്ഷേത്രങ്ങളിലെല്ലാം പൂരത്തിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളാണ് നടന്നത്. പൂരാഘോഷത്തോടനുബന്ധിച്ച് പെൺകുട്ടികൾ കാർത്തിക നക്ഷത്രം മുതൽ 9 ദിവസം ക്ഷേത്രത്തിലെത്തി പൂവിടുന്നു. നരയൻ പൂവ്, മുരിക്കിൻ പൂവ്, ചെമ്പരത്തി എന്നിവയാണ് പൂക്കളമിടുവാനായി ഉപയോഗിക്കുന്നത്. 1 വയസ്സ് മുതൽ 10 വയസ്സുവരെയുള്ള പെൺകുട്ടികൾ കുളിച്ച് വൃത്തിയായി വെള്ളമുണ്ടും ധരിച്ച് ക്ഷേത്രത്തിലെത്തി. അതിനുശേഷമാണ് പ്രധാനമായ പൂവിടൽ ചടങ്ങ് നടന്നത്. കാമദേവനെ പോലെ സുന്ദരനും സൽസ്വഭാവിയുമായ പുരുഷനെ ഭർത്താവായി ലഭിക്കുന്നതിനു വേണ്ടിയാണ് പൂരം കൊണ്ടാടുന്നത്. പൂരോത്സവത്തിലെ പ്രധാനപ്പെട്ട ആകർഷണീയ ഘടകങ്ങളിലൊന്നാണ് പുരുഷന്മാർ നടത്തുന്ന പൂരക്കളി. 50ഓളം പേരുള്ള സംഘമാണ് ഓരോ ക്ഷേത്രത്തിലും പൂരക്കളി നടത്തുന്നത്. ക്ഷേത്രനടയിൽ കത്തിച്ചുവെച്ച നിലവിളക്കിന് മുൻപിൽ ചടുല താളത്തോടെ നടത്തുന്ന ദൈവസ്തുതികൾ കേൾക്കുന്നതിനായി നിരവധി ഭക്തരാണ് ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്നത്. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളായ കൊളത്തൂർ, കുറ്റിക്കോൽ, തമ്പുരാട്ടി, ഭഗവതി ക്ഷേത്രങ്ങളിലെ പൂരാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ആയിരങ്ങളാണ് ശനിയാഴ്ച എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അർബുദം തോറ്റുമടങ്ങി. 6 വയസ്സുകാരി നീതു ഇനി അക്ഷരമധുരം നുകരുവാൻ സ്കൂളിലേക്ക്. രോഗം കൂട്ടുകാരനായി എത്തിയപ്പോൾ പഠനവും കളികളും ഉപേക്ഷിച്ച് ഒരു മൂലയിലേക്ക് ഒതുങ്ങിയ രാവണീശ്വരം കുന്നുപാറയിലെ 6 വയസ്സുകാരി നീതു എല്ലാവർക്കും ഒരു നൊമ്പര കാഴ്ചയായിരുന്നു. കുന്നുപാറയിലെ പുറമ്പോക്ക് ഭൂമിയിലെ കുടിലിൽ മജ്ജയെ ബാധിച്ച അർബുദത്തിനോട് പോരടിച്ച് ജീവിക്കുന്ന നീതുവിന്റെ സങ്കടങ്ങൾ നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂലിത്തൊഴിലാളിയായ രതീഷിന്റെയും ഷീനയുടെയും മകളാണ് നീതു. കാരുണ്യമതികളായവരുടെ സഹായം കൊണ്ട് ചികിത്സ നടത്തിവരുന്ന നീതുവിന്റെ രോഗത്തിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിവരുന്ന നീതു ഇപ്പോൾ തുടർ പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രതീക്ഷകളോടെ പഠനം തുടങ്ങാനിരിക്കുന്ന കൊച്ചു നീതുവിന്റെ പഠനം ഏറ്റെടുക്കാൻ കാഞ്ഞങ്ങാട് യൂണിവേഴ്സൽ കോളേജ് അധികൃതർ എത്തി. പഠനത്തിനും ചികിത്സക്കുമായി കോളേജ് വിദ്യാർത്ഥികൾ സ്വരൂപിച്ച 10,000 രൂപ നീതുവിന്റെ കുടുംബത്തിന് യൂണിവേഴ്സൽ കോളേജ് മാനേജർ സുരേഷ് കുമാർ പുല്ലൂർ കൈമാറി. പഠന സഹായവുമായി വീട്ടിലെത്തിയ വിദ്യാർത്ഥികളോട് കോളേജ് അധികൃതരെ പരിഭ്രമങ്ങൾ ഇല്ലാതെയാണ് നീതു വരവേറ്റത്. പുതിയ അധ്യയന വർഷത്തിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ ഒരുങ്ങുകയാണ് നീതു. നീതുവിന്റെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഏറ്റെടുത്തതായി യൂണിവേഴ്സൽ കോളേജ് അധ്യാപകൻ ഗോപാലൻ മാസ്റ്റർ പറഞ്ഞു. പാണന്തോടുള്ള നീതു എന്ന കൊച്ചുകുട്ടിയുടെ ദുരിതവാർത്ത കാഞ്ഞങ്ങാട് യൂണിവേഴ്സൽ കോളേജിലെ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും തിരിച്ചറിയുകയും അതിൻ്റെ ഭാഗമായി യൂണിവേഴ്സൽ കോളേജിലെ വിദ്യാർത്ഥിനികളും മാനേജ്മെൻറ്റും അധ്യാപകരും സ്വരൂപിച്ച ഈ കുട്ടിയുടെ മേൽ പഠനത്തിന് വേണ്ടി സ്വരൂപിച്ച തുക യൂണിവേഴ്സൽ കോളേജിൻ്റെ മാനേജർ ശ്രീ സുരേഷ് പുല്ലൂർ കുട്ടിക്ക് ഇന്ന് കൈമാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ എന്നും കാസർഗോഡ് ജില്ലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന യൂണിവേഴ്സൽ കോളേജ് നീതുവിൻ്റെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്നും ഇതോടൊപ്പം ഞങ്ങൾ അറിയിക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ വലിയ രോഗത്തോട് മത്സരിച്ച് അതിജീവിച്ച നീതുവിന്റെ ജീവിതവും തളിർക്കുകയാണ്. പ്രതീക്ഷയുടെ പുതിയ ലോകത്തേക്ക് കടക്കുന്ന നീതുവിന് പ്രതീക്ഷിക്കാതെ എത്തിയ വിഷു കൈനീട്ടമായി യൂണിവേഴ്സൽ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ഒരുക്കിയ പഠന സഹായം. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്.
നികുതി വെട്ടിച്ചു കടത്തിയ 8 ലക്ഷം രൂപയുടെ മലഞ്ചരക്ക് പിടികൂടി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വെച്ച് വാണിജ്യ നികുതി ഉദ്യോഗസ്ഥരാണ് മലഞ്ചരക്ക് പിടികൂടിയത്. നികുതി വെട്ടിച്ച് കർണാടകയിലേക്ക് കടത്തുകയായിരുന്ന 8 ലക്ഷത്തിന്റെ മലഞ്ചരക്കാണ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പാലക്കാട് നിന്ന് ജയ്പൂരിലേക്ക് കടത്തുകയായിരുന്ന 65 കിലോ വീതമുള്ള 254 ചാക്ക് അടക്ക, 56 ചാക്ക് കുരുമുളക് എന്നിവയാണ് പിടികൂടിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ വി പ്രദീപന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധനയ്ക്കിടെ എത്തിയ MP09HC 9577 നമ്പർ ലോറിയിൽ നിന്നാണ് മലഞ്ചരക്ക് പിടികൂടിയത്. സ്ക്വാഡിൽ ഓഫീസർമാരായ K വിജയകുമാർ, സുനിൽകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് വഴി നികുതി വെട്ടിച്ച് വ്യാപകമായ രീതിയിൽ സാധനങ്ങൾ കടത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലാ വിഷുചന്ത പെരിയയിൽ ആരംഭിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ, പുല്ലൂർ പെരിയ CDS എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വിഷുചന്ത ഒരുക്കിയത്. കുടുംബശ്രീ ജില്ലാ മിഷൻ പെരിയയിൽ ആരംഭിച്ച വിഷുചന്തയിൽ കണിവെള്ളരിയും കണിച്ചട്ടിയും തൊട്ട് ഉണ്ണിയപ്പം വരെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും സംഘകൃഷി ഗ്രൂപ്പുകളും ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് വിഷുചന്തയിൽ വിൽപ്പനക്കായി ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ വിഷുചന്ത K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ പച്ചക്കറികളായാലും മറ്റ് ഉൽപ്പന്നങ്ങളായാലും ധാരാളം തീരുകയും അതായത് ഭൂമാർക്കറ്റിൽ നല്ല കച്ചവടം നടത്തി ലാഭം കൊയ്യുന്ന കച്ചവടക്കാർ ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം. എന്നാൽ ആ വില ഒരു പരിധിവരെ അടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പൊതുവിതരണ ശൃംഖല എന്ന പേരിൽ ഇങ്ങനൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ കുറേ കാലമായി നടന്നുവരുന്നത്. അത് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം അംഗീകാരം നേടിയാണ് നമ്മുടെ കുടുംബശ്രീയുടെയും അതുപോലെ മറ്റ് പൊതു പ്രസ്ഥാനങ്ങളുടെയും നടത്തപ്പെടുന്ന ഇതുപോലുള്ള ചന്തകളും മറ്റ് കടകളുമെല്ലാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ജില്ലയെ തല പരിപാടി ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യണം എന്ന് തീരുമാനിച്ചത്. പച്ചക്കറി മാത്രമല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കേണ്ടുന്ന വിഷുവിന് കണ്ട് പല പലഹാരങ്ങളും ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കരിയൻ, കരീം കുണിയ, കല്യാണി, വിനോദ് കുമാർ പള്ളയിൽ വീട്, P മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KV വിജയൻ സ്വാഗതവും CDS ചെയർപേഴ്സൺ P രാജേശ്വരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കമ്പാറിൽ മുസ്ലിം ലീഗ് SDPI സംഘർഷം. SDPI പ്രവർത്തകന് കുത്തേറ്റു. ഉടുവയിലെ അബ്ദുള്ള കുഞ്ഞിക്കാണ് കുത്തേറ്റത്. ലീഗ് പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തു. കമ്പാറിലെ മുജീബിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളങ്കരയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് കത്തിച്ചു. തളങ്കര ഹെഡ് പോസ്റ്റ് ഓഫീസിന് പിറകുവശത്തെ V വിജേഷിന്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം കത്തിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട്ട് ഭർത്തൃമതി തീ കൊളുത്തി മരിച്ചു. നഗരത്തിലെ ഓട്ടോ ഡ്രൈവർ വെള്ളിക്കോത്ത് രാധാകൃഷ്ണന്റെ ഭാര്യ രമയാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ശനിയാഴ്ച 10 മണിയോടെയായിരുന്നു സംഭവം. കൂലി കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 2013-14 സാമ്പത്തിക വർഷത്തിൽ 420 കോടിയിൽ പരം രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ഇനത്തിൽ നൽകാനുള്ളത്. വിഷുവും പൂരവും വന്നെത്തിയിട്ടും തൊഴിലാളികൾക്ക് വേതനം നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജീവിതത്തിന്റെ പ്രയാസം കൊണ്ട്, അറുതി കൊണ്ട് അവർക്ക് ആവശ്യമായ ജീവിക്കാൻ വേണ്ടി ആണല്ലോ ഈ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പണിയെടുക്കുന്നത്. അങ്ങനെ പണിയെടുത്താൽ കൂലി നൽകില്ല എന്ന് പറയാനുള്ള ഒരു മുതലാളിത്ത സ്വഭാവം, ജന്മിത്ത സ്വഭാവം, മാടമ്പി സ്വഭാവം ഈ സംസ്ഥാന സർക്കാർ കാണിക്കുകയല്ലേ. 2005 രാജ്യത്ത് K ശോഭ അധ്യക്ഷയായി. AK നാരായണൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, മൂലക്കണ്ടം പ്രഭാകരൻ, T ശോഭ, K സുജാത, TV പത്മിനി, PA ശകുന്തള, ലക്ഷ്മി, VP പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. P കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കറന്തക്കാട്ടെ കിണറ്റിൽ കണ്ടെത്തിയ ജഡം തിരിച്ചറിഞ്ഞു. ബേവിഞ്ച നാച്ചണ്ണമൂലയിലെ കൃഷ്ണനായിക്കിന്റെ മകൻ വിട്ടൽ നായിക്കിന്റേതാണ് മൃതദേഹം. മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ ജാഗ്രത, വീണ്ടും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 104 ബൂത്തുകളിൽ 90% പോളിംഗ്. ഏറ്റവും കൂടുതൽ പയ്യന്നൂരിൽ, 90 കടക്കാതെ മഞ്ചേശ്വരം. ഉത്തര കേരളത്തിലെ പൂരാഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം. ക്ഷേത്രങ്ങളിൽ നടന്ന പൂരച്ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അർബുദം തോറ്റുമടങ്ങി. 6 വയസ്സുകാരി നീതു ഇനി അക്ഷരമധുരം നുകരുവാൻ സ്കൂളിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.